ജമ്മുവിലെ ദോഡയിൽ സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 സൈനികർക്ക് വീരമൃത്യു, 9 സൈനികർക്ക് പരിക്കേറ്റു. 200 അടി താഴ്ചയുള്ള കൊക്കയിലേക്കാണ് സൈനികർ സഞ്ചരിച്ച വാഹനം വീണത്. ദോഡയിലെ ഖനി എന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. 10ലേറെ സൈനികർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ഡ്യൂട്ടിക്ക് പോവുകയായിരുന്നു സൈനികർ. ഇതിനിടെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് കൊക്കയിലേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും 4 സൈനികർ വീരമൃത്യു വരിച്ചു. പരിക്കേറ്റവരെ ഉദ്ധംപൂരിലെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം ദേശീയ സുരക്ഷാ മുൻഗണനകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ കരസേനയുടെയും കേന്ദ്ര വ്യാവസായിക സുരക്ഷാ സേനയുടെയും പ്രത്യേക പരിശീലന ക്യാപ്സ്യൂൾ പൂനെയിലെ ഔട്ട് മിലിറ്ററി സ്റ്റേഷനിൽ ആരംഭിച്ചതായി ഇന്ത്യൻ സൈന്യം അറിയിച്ചിട്ടുണ്ട്. യഥാർത്ഥ ലോകത്തിലെ അടിയന്തര സാഹചര്യങ്ങൾ തന്ത്രപരമായ നടപടിക്രമങ്ങളിലും ആശയവിനിമയ പ്രോട്ടോകോളുകളിലും പരിശീലനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തിന്റെ സദേൺ കമാൻഡ് ചൊവ്വാഴ്ച എക്സിൽ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ്: ദേശീയ സുരക്ഷാ മുൻഗണനകളുമായി പൊരുത്തപ്പെടുന്ന ഒരു പ്രത്യേക പരിശീലന ക്യാപ്സ്യൂൾ ഇന്ന് ഔട്ട് മിലിറ്ററി സ്റ്റേഷൻ ആരംഭിച്ചു. ഇത് ഇന്ത്യൻ സൈന്യത്തെയും CISF-നെയും കേന്ദ്രീകൃത സംയുക്ത തയ്യാറെടുപ്പിൽ ഒന്നിപ്പിക്കുന്നു. ബഹുമുഖ കേന്ദ്ര സായുധ പോലീസ് സേനയായ CISF പ്രധാനമായും നിർണായക ദേശീയ ഇൻസ്റ്റാളേഷനുകൾക്ക് സുരക്ഷാ പരിരക്ഷ നൽകുന്നു. കൂടാതെ ഏതെങ്കിലും സുരക്ഷാ അടിയന്തരാവസ്ഥകളോട് പ്രതികരിക്കുന്നതിന് 12 റിസർവ് ബറ്റാലിയനുകളും പരിപാലിക്കുന്നു. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ തന്ത്രപരമായ നടപടിക്രമങ്ങൾ സാധൂകരിക്കുന്നതിനും ആശയവിനിമയ പ്രോട്ടോകോളുകൾ ശക്തിപ്പെടുത്തുന്നതിനും തീരുമാനമെടുക്കൽ മൂർച്ച കൂട്ടുന്നതിനും യഥാർത്ഥ ലോകത്തിലെ ആകസ്മിക സാഹചര്യങ്ങളെ വേഗത്തിലും കൃത്യതയോടെയും നേരിടുന്നതിന് പ്രതികരണ സംവിധാനങ്ങൾ പരിഷ്കരിക്കുന്നതിനുമായി തീവ്രമായ സാഹചര്യ അധിഷ്ഠിത പരിശീലനങ്ങൾ നടത്തും. ഈ സംയുക്ത പരിശീലനങ്ങൾ ഇന്ത്യൻ സൈന്യവും CISF-ഉം പ്രവർത്തന മികവ്, പരസ്പര പ്രവർത്തന ശേഷി, സംയോജിത പ്രവർത്തനം, അചഞ്ചലമായ സന്നദ്ധത എന്നിവയ്ക്കുള്ള പങ്കിട്ട പ്രതിബദ്ധതയെ വീണ്ടും ഉറപ്പിക്കുന്നുവെന്നും എക്സ്പോസ്റ്റ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സൈനിക സിവിൽ ഫ്യൂഷൻ പരിശീലന സംരംഭത്തിന്റെ ഭാഗമായി ഗോൾഡൻ കട്ടർ ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ശിവനേരി ബ്രിഗേഡ് ഔട്ട് മിലിറ്ററി സ്റ്റേഷനിലെ മിലിറ്ററി സിവിൽ ഫ്യൂഷൻ പരിശീലന നോഡിൽ 100 CISF ഉദ്യോഗസ്ഥർക്കായി 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന സമഗ്രമായ തീവ്രവാദ വിരുദ്ധ ക്യാപ്സ്യൂൾ നടത്തി. പ്രധാന പോരാട്ട കഴിവുകൾ വികസിപ്പിക്കുക, സാഹചര്യപരമായ പ്രതികരണശേഷി വർദ്ധിപ്പിക്കുക, പ്രവർത്തനങ്ങളിലെ സിനർജി എന്നിവ ലക്ഷ്യമിട്ടുള്ള ആർമി മാർഷ്യൽ ആർട്സ് പരിശീലന ദിനചര്യ, ആയുധ കൈകാര്യം ചെയ്യൽ, ക്വിക്ക് റിയാക്ഷൻ ടീം ഡ്രില്ലുകൾ, റൂം ഇടപെടൽ, അതിജീവന പരിശീലനം, ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രവർത്തനം എന്നിവയെക്കുറിച്ചുള്ള മൊഡ്യൂളുകൾ പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ സദേൺ കമാൻഡിലെ ബാൾഡ് ഈഗിൾ ബ്രിഗേഡ് ഫ്യൂജിൽ CISF ഉദ്യോഗസ്ഥർക്കായി 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന തീവ്ര പരിശീലന ക്യാപ്സ്യൂൾ നടത്തി. തീവ്രവാദ വിരുദ്ധ കഴിവുകൾ വർദ്ധിപ്പിക്കുക, ഡ്രോൺ കൈകാര്യം ചെയ്യുന്നതിനുള്ള വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുക, വ്യോമ ഭീഷണികൾക്കെതിരെ ദ്രുത പ്രതികരണ ശേഷി വികസിപ്പിക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.